പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, കുരിശുമരണത്തിലൂടെ മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ തിരുമനസ്സായ ഈശോയെ, ഈ നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദുഃഖങ്ങളും സഹനങ്ങളും വേദനകളും അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സഹനങ്ങളും ദുഃഖങ്ങളും അങ്ങ് നന്മയ്ക്കായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കുരിശിൽ നിന്നും സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ ജനനത്തിനു മുമ്പ് 750 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രവചന വചനം യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിൽ പൂർത്തിയായിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാണ് ആ പ്രവചനം? ഏശയ്യാ പ്രവചനം 53-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അനേകരുടെ പാപഭാരം അവൻ ചുമലിലേറ്റി, അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മാധ്യസ്ഥം തേടി. യേശു അർപ്പിക്കുവാനിരുന്ന ഒരു തിരുബലിയെക്കുറിച്ചുള്ളൊരു സൂചനയാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഏശയ്യാ പ്രവചനം 53-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ കാണുക. അനേകരുടെ പാപഭാരം അവൻ ചുമലിലേറ്റിക്കൊണ്ട് അനേകരുടെ അകൃത്യങ്ങൾ അവൻ ചുമലിൽ വഹിച്ചുവെന്ന് ഏശയ്യാ പ്രവചകൻ പ്രവചിച്ചതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സ്വാഭാവികമായും ഇവിടെ നമുക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ബലിയർപ്പകനും ബലിവസ്തുവുമായി തീർന്ന ക്രിസ്തു ഏറെ സന്തോഷത്തോടുകൂടി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് കുരിശിൽ സഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഈശോ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? അതായത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 34-ാം തിരുവചനത്തിൽ ഇപ്രകാരം ഈശോയുടെ നിലവിളി നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ലോകചരിത്രത്തിൽ അനേകർക്ക് ഇടർച്ചയ്ക്കും സംശയത്തിനും കാരണമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. യേശു ക്രിസ്തു കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ നിരാശപ്പെട്ടുകൊണ്ട് മരിച്ചുവെന്ന് ചിലർ പറയുന്നു. അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ച് നിരാശപ്പെട്ട് കരയുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥനയുടെ ഈ നിലവിളിയുടെ അർത്ഥം ആഴമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇത് നിരാശപ്പെട്ടുള്ള ഒരു നിലവിളിയല്ലായിരുന്നു, മറിച്ച് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, സാധാരണ ജീവിതത്തിൽ പലപ്പോഴും പലരും ചില സഹനങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും മധ്യത്തിലൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമേ, എന്തുകൊണ്ട് ഈ സഹനം എൻ്റെ ജീവിതത്തിൽ? എൻ്റെ സഹനത്തിൻ്റെ വേളയിൽ നീ എവിടെയായിരുന്നു? ദൈവത്തിന് കണ്ണില്ലയോ? ദൈവത്തിന് കാതില്ലയോ? ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കലൊരു പെൺകുട്ടി ധ്യാന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഒച്ചപ്പാടുണ്ടാക്കി അലമുറയിട്ട് കരയുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പെൺകുട്ടിയുടെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയപ്പോൾ യേശു എവിടെയായിരുന്നു? ദൈവം എവിടെയായിരുന്നു? സാമ്പത്തിക കടബാധ്യതയിൽ ഞങ്ങൾ ഞെരുങ്ങിയപ്പോൾ ദൈവം എവിടെയായിരുന്നു? സ്വാഭാവികമായും മാനുഷിക ജീവിതത്തിൽ നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ കഷ്ടപ്പാടിൻ്റെ വേളയിൽ, എൻ്റെ ദുഃഖത്തിൻ്റെ നടുവിൽ, എൻ്റെ വേദനയുടെ മധ്യത്തിൽ ദൈവമേ, നീ എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, ഇത് മാനുഷിക ജീവിതത്തിൽ അവൻ ദുഃഖിച്ചുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് കരയുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, യേശു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിരാശപ്പെട്ടുകൊണ്ടല്ല, കരഞ്ഞുകൊണ്ടല്ല. അവൻ പ്രാർത്ഥിച്ചത് വലിയ പ്രത്യാശയോടുകൂടിയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ദൈവശാസ്ത്ര ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിൽ യഹൂദ ജനതയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ പേര് തോട പ്രാർത്ഥന എന്നാണ്. അത് ഹീബ്രുവിലുള്ളൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിച്ച് തരാം. ഈ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായി,
ഈ പ്രാർത്ഥനയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമതായി, ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ഒരു വ്യക്തി ജീവിതത്തിൽ കടന്നു പോകുന്ന ദുഃഖം, സഹനം, നിരാശ, കഷ്ടപ്പാട്, ഇതിൻ്റെ മധ്യത്തിൽ നിരാശപ്പെട്ടുകൊണ്ട് ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കും. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിൽ ഈ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും മധ്യത്തിൽ പ്രത്യാശയോടുകൂടി ദൈവത്തെ വിളിച്ച് നന്ദി പറയുന്ന ഒരു രംഗമാണ്. അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് ദുഃഖിച്ച് നിരാശപ്പെട്ട് കരയുന്നു. രണ്ടാമതായി ആ വ്യക്തി ഈ ദുഃഖത്തിൻ്റെ നടുവിലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് കാണുക. ഇതൊരു കൊച്ചു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കി തരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉന്നതമായ അധികാരികൾക്ക് ഒരു എഴുത്തെഴുതാറുണ്ട്. ആ ആപ്ലിക്കേഷൻ എഴുതി കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിരത്തി വെച്ചതിന് ശേഷം ആ എഴുത്തിൻ്റെ അടിയിൽ നമ്മൾ ഇപ്രകാരം എഴുതി വയ്ക്കാറുണ്ട്: താങ്കിങ് യു ഇൻ അഡ്വാൻസ്. മലയാളത്തിലുള്ള എഴുത്തിൽ നമ്മളത് കാണില്ല, എന്നാൽ ഇംഗ്ലീഷിലുള്ള എഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും താങ്കിങ് യു ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ താങ്കിങ് യു ഇൻ അഡ്വാൻസ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ എനിക്ക് അനുവാദം തന്നു എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് ആ ആപ്ലിക്കേഷൻ്റെ അടിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്കെഴുതുക, നന്ദിയോടെ. പ്രിയപ്പെട്ടവരെ, ഈ തോടാ പ്രാർത്ഥന എന്നുള്ള ഹെബ്രായ പാരമ്പര്യത്തിലുള്ള, യഹൂദ പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനയുടെയും അർത്ഥം ഇതാണ്: ഒരു വ്യക്തി ജീവിതത്തിൽ സങ്കടങ്ങളിൽ, സഹനങ്ങളിൽ പെട്ടുടലുമ്പോൾ ആ വ്യക്തി തൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് തൻ്റെ ദുഃഖങ്ങളും വേദനകളും പിതാവായ ദൈവത്തോട് ഏറ്റുപറയുകയാണ്. ദൈവത്തെ പോലും സംശയിച്ചുകൊണ്ട് തൻ്റെ പരിഭവങ്ങൾ പങ്കിടുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് ആ വ്യക്തി ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, തൻ്റെ രക്ഷിതാവാണ് ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് യേശുവിൻ്റെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 34-ാം തിരുവചനത്തിൽ കാണുന്ന പ്രാർത്ഥന യേശു ക്രിസ്തു സങ്കീർത്തന പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ നിന്നും ഉച്ചരിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, യേശു സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അതിന് ആഴമായ അർത്ഥങ്ങളുണ്ട്. ഒരു യഹൂദൻ തൻ്റെ ജീവിതത്തിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ദുഃഖം വരുമ്പോൾ വിലാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ആലപിക്കും, സങ്കടങ്ങൾ വരുമ്പോൾ വിലാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ആലപിക്കും. എന്നാൽ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹങ്ങളും കിട്ടിക്കഴിയുമ്പോൾ സ്തുതിയുടെ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന പതിവുണ്ട്. അതോടൊപ്പം തന്നെ ചെയ്തു കൂട്ടിയ പാപങ്ങളോർത്ത് അനുതപിക്കുമ്പോൾ അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന ചില പതിവുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തു തൻ്റെ കുരിശിൻ്റെ വിരിമാറിൽ സങ്കീർത്തനം ആലപിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് സങ്കീർത്തന പുസ്തകത്തിലെ 22-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനം മാത്രമാണ് സുവിശേഷത്തിൽ യേശു പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ സുവിശേഷകന്മാർ പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു തിരുവചനം എഴുതുമ്പോൾ, അത് കോട്ട് ചെയ്യുമ്പോൾ, ആ സങ്കീർത്തന പുസ്തകത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ മുഴുവൻ പുസ്തകവും അല്ലെങ്കിൽ ആ അധ്യായം മുഴുവനും എഴുതി വെച്ചതിന് തുല്യമാണ്. എന്നാൽ സൗകര്യത്തിൻ്റെ പേരിൽ ഗ്രന്ഥകർത്താവ് ആ അധ്യായത്തിൻ്റെ ആദ്യ തിരുവചനം മാത്രമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതിന് സുവിശേഷം രചിച്ചപ്പോഴുണ്ടായ ഒരു ശൈലിയാണിത്. ഇതിന് മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്നു. ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമത്തിൽ നിന്നും കോട്ട് ചെയ്തിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. സക്കറിയായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ ഈ തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കും. സൗകര്യാർത്ഥം ഗ്രന്ഥകർത്താവ്, സുവിശേഷകൻ ആ അധ്യായത്തിലെ ഒരു തിരുവചനം മാത്രം എഴുതി വെച്ചു എന്നാണ് ഇതിനർത്ഥം. എന്നാലും പഴയ നിയമത്തിൽ നിന്ന്, സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തിരുവചനം എഴുതി വയ്ക്കുമ്പോൾ ആ അധ്യായം മുഴുവനും എഴുതി വച്ചതിന് തുല്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കുരിശിൻ്റെ വിരിമാറിൽ
22-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ഇതാ യേശു ക്രിസ്തു സങ്കീർത്തനത്തിലെ 22-ാമത്തെ അധ്യായം മുഴുവനും പ്രാർത്ഥിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ 22-ാമത്തെ സങ്കീർത്തനം തോടാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥനയിൽ വരുന്ന ഒരു സങ്കീർത്തനമാണ്. അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ സഹനങ്ങൾ പിതാവിനോട് പങ്കിട്ടുകൊണ്ട് ആദ്യ ഭാഗത്ത് പരാതി പറയുന്നു, 2-ാം ഭാഗത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഈ 22-ാം അധ്യായത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. 1-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് 22-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നാം കാണുന്നു ഒരു വ്യക്തിയുടെ വിലാപമാണ്, ഒരു വ്യക്തിയുടെ ദുഃഖമാണ്. 1-ാം തിരുവചനത്തിൽ കാണുന്നു, എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആദ്യ ഭാഗത്ത് ഒരു വ്യക്തി പരാതികൾ പറയുന്നു, പരിഭവങ്ങൾ പങ്കിടുന്നു. എന്നാൽ നമുക്ക് 2-ാം ഭാഗത്തേക്ക് കടന്നു വരാം. 2-ാം ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22 മുതൽ തിരുവചനങ്ങളാണ്. അവിടെ പറയുന്നു, ഞാൻ അവിടുത്തെ നാമമെന്നും സഹോദരങ്ങളുടെ മധ്യത്തിൽ പ്രഘോഷിക്കും, സഭാമധ്യത്തിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടപ്പാടുകൾ അങ്ങ് കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ സങ്കീർത്തനം 22 ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അതിനാഴമായ അർത്ഥങ്ങളുണ്ട്. സംഭവിക്കുവാനിരിക്കുന്ന, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾക്ക് മധ്യത്തിൽ ഈ പിതാവായ ദൈവം തനിക്ക് നൽകുവാനിരിക്കുന്ന ഉദ്ധാനത്തെക്കുറിച്ച് യേശു മുൻകൂട്ടി കണ്ടുകൊണ്ട് പിതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നന്ദിയുടെ പ്രാർത്ഥനയാണ് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നുള്ള പ്രാർത്ഥന. ഇത് നിരാശയുടെ പ്രാർത്ഥനയായിരുന്നില്ല, ഇത് ദുഃഖത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നില്ല. മറിച്ച് പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു സങ്കീർത്തനം 22 കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് വേണം ഇതിനെ നമ്മൾ മനസ്സിലാക്കുവാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അവിടുന്ന് സ്വപ്നം കണ്ടു, 3-ാമത്തെ ദിവസം പിതാവായ ദൈവം തന്നെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുന്നതായി ഈശോ കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? പിതാവിന് നന്ദി പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള പ്രാർത്ഥന ദുഃഖത്തിൻ്റെയോ നിരാശയുടെയോ വിലാപത്തിൻ്റെയോ പ്രാർത്ഥനയല്ല, മറിച്ച് നന്ദിയുടെ, സ്തുതിയുടെ ഒരു സങ്കീർത്തനമാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ സത്യമുണ്ട്, ആത്മീയ ജ്ഞാനമുണ്ട്. കുരിശിൻ്റെ മധ്യത്തിലും കുരിശിൻ്റെ വിരിമാറിലും യഹൂദ പാരമ്പര്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. തൻ്റെ വേദനകളെല്ലാം, തൻ്റെ ദുഃഖങ്ങളുടെ മധ്യത്തിലും പരാതി പറയാതെ, പരിഭവങ്ങൾ പറയാതെ, നന്ദി പറഞ്ഞ് സഹനങ്ങളെല്ലാം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മികതയായിട്ട് മാറണം. നമ്മളൊക്കെ ഏറെ ഒന്നല്ലെങ്കിൽ പല വിധത്തിൽ സഹിക്കുന്നവരാണ്. രോഗപീഠകളുള്ളവരുണ്ട്, സാമ്പത്തിക കടബാധ്യതയുള്ളവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, തകർന്ന കുടുംബജീവിതങ്ങളുണ്ട്, വിവിധങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആത്മീയ ജീവിതത്തിൽ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിരാശപ്പെട്ട് ജീവിക്കാതെ, ദുഃഖിച്ച് ജീവിക്കാതെ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. യേശുവിൻ്റെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യം ഇതാണ്. സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടും കണ്ണുനീരും പ്രാർത്ഥനാപൂർവം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ദുഃഖങ്ങളുടെ മധ്യത്തിൽ പരാതി പറയുവാൻ പാടില്ല, വേദനയുടെ മധ്യത്തിൽ നിരാശപ്പെടുവാൻ പാടില്ല, സങ്കടങ്ങളുണ്ടാകുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ പാടില്ല. മറിച്ച് നമ്മുടെ സഹനങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടം നിറവേറുവാൻ പ്രാർത്ഥിക്കുന്നവരായി മാറണം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 33 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഈശോയുടെ പ്രാർത്ഥന? അവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിച്ചു. എന്താണ് ഈശോയുടെ പ്രാർത്ഥന? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അങ്ങ് അകറ്റിക്കളയണമേ.
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. സഹനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇന്ന് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ, നമ്മുടെ അഭിലാഷങ്ങൾ നടക്കുവാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. നസറായനായ ക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചവൻ നിനക്കൊരു പുതിയ ആത്മീയ സന്ദേശം നൽകുന്നു. നിന്റെ ഇഷ്ടം നിറവേറുവാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാനാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഈശോ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന് ഈശോ തൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പിതാവായ ദൈവത്തിന് ഈശോ തൻ്റെ സഹനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? യേശുവിൻ്റെ സഹനം, കുരിശുമരണം, യേശുവിൻ്റെ രക്തത്തുള്ളികൾ മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി സമർപ്പിക്കുക. അതാണ് പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സഹനങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ നമ്മളും കടപ്പെട്ടവരാകണം. അതാണ് പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ കുരിശിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇതായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ടുള്ള യേശുവിൻ്റെ നിലവിളിയുടെ അർത്ഥം നമ്മൾ പഠിക്കുകയായിരുന്നു. ഇനി രണ്ടാമതായി നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. യേശു കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചപ്പോൾ, ഈശോ മരിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിച്ചതായി പറയുന്ന ഒരു സമയമുണ്ട്. അത് 3 മണി സമയമാണ്. പ്രിയപ്പെട്ടവരെ, പഴയകാല യഹൂദ പാരമ്പര്യമനുസരിച്ച് എല്ലാ യഹൂദനും 3 മണിക്ക് ഒരു സായാഹ്ന ബലിയുണ്ട്, സായാഹ്ന പ്രാർത്ഥനയുണ്ട്. യഹൂദൻ എവിടെയായിരുന്നാലും അവൻ ആ സായാഹ്ന ബലിയിൽ പങ്കെടുക്കുവാൻ കടപ്പെട്ടവനാണ്, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവനാണ്. അപ്പോൾ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോഴും ആ പാരമ്പര്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തൻ്റെ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുക. ഇനി മുതൽ നീ പറയരുത്, സഹനത്തിൻ്റെ മധ്യത്തിൽ, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നീ പറയരുത്. കാരണം ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു, എത്ര വേദനയുടെ നടുവിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയും വീണ്ടും ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളം പരിഭാഷയിൽ ദൈവമേ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉച്ചസ്വരത്തിൽ ഈശോ നിലവിളിച്ചു എന്നാണ് മലയാള ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലും എഴുതി വച്ചിരിക്കുന്നു, ഹി ക്രൈഡ് ഔട്ട് ലൗഡ്ലി, ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു. ഇത് പരിഭാഷയാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇതിൻ്റെ ഒരു മൂലാർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് ഉച്ചത്തിൽ നിലവിളിച്ചു എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് ബൊവാവോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ മൂലാർത്ഥം ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ വെറുതെ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുകയായിരുന്നില്ല. അതിൻ്റെ മൂലാർത്ഥം പറയുന്നു, യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ഒരു മാതൃകയാണിത്, നിലവിളിച്ചുള്ള പ്രാർത്ഥന. പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ വന്നുകൊണ്ട് ദേവാലയത്തിൽ വന്ന് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്തെടുക്കുന്നു? ഹന്ന പറഞ്ഞു, ഞാൻ എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ കണ്ണുനീരായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ കണ്ണുനീരോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും വിലപ്പെട്ട പ്രാർത്ഥന. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വെറുതെ നിലവിളിക്കുകയായിരുന്നില്ല. ഗ്രീക്കിലുള്ള മൂലാർത്ഥം നമുക്ക് നൽകുന്ന അർത്ഥം ഇതാണ്, യേശു നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് തൻ്റെ വേദന മനുഷ്യവംശത്തിന് വേണ്ടി മുഴുവനും സമർപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെയും ജീവിതത്തിൽ സഹനങ്ങളും കഷ്ടപ്പാടും കണ്ണുനീരും വേദനയും ഉണ്ടാകുമ്പോൾ ഈശോ നമ്മെ വിളിക്കുന്നു ഒരു പുതിയ ആധ്യാത്മികതയിലേക്ക്. സഹനത്തിൻ്റെ മധ്യത്തിൽ നന്ദി പറയുന്ന ഒരു ആധ്യാത്മികത, വേദനയുടെ മധ്യത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ആധ്യാത്മികത. ഇത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മരണവേളയിൽ മാത്രമല്ല, പല സാഹചര്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചില സൂചനകളുണ്ട്.
സംഭവം വിവരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ നാം കാണേണ്ട ഒരു ആത്മീയമായ ചില പഠനങ്ങളും പ്രബോധനങ്ങളുമുണ്ട്. മരുഭൂമിയിൽ വിശന്ന് അവശരായി കഴിയുന്ന ഒരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ വചനം പറയുന്നു, യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അനുകമ്പ തോന്നിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുക. എന്നാൽ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് മരുഭൂമിയാണല്ലോ, സമയം വൈകിയിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ഒന്നും ലഭ്യമല്ല. അവർ നിരാശപ്പെട്ടുകൊണ്ട് ഇല്ലായ്മയുടെ മധ്യത്തിൽ ദുഃഖിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുക. അവർ പറഞ്ഞു, സമയം വൈകിയിരിക്കുന്നു, നേരം ഇരുട്ടായിരിക്കുന്നു, ഇതൊരു മരുഭൂമിയാണ്, ഇവിടെ വെച്ച് നമ്മൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ആ സാഹചര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയും നിരാശപ്പെടുകയും നെഗറ്റീവായി നിഷേധാത്മകമായി ചിന്തിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരാണ് അവിടെ നിൽക്കുക. എന്നാൽ ഈശോ പറഞ്ഞു, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ 2 മത്സ്യങ്ങളുണ്ട്. ഈശോ പറഞ്ഞു, ആ അപ്പവും മത്സ്യങ്ങളെയും എൻ്റെ കയ്യിലേക്ക് വെച്ച് തരിക. യേശു അപ്പം കയ്യിലെടുത്തപ്പോൾ, മത്സ്യങ്ങളെ കയ്യിൽ കിട്ടിയപ്പോൾ നിരാശപ്പെട്ട് ദുഃഖിച്ച് ചിന്തിച്ചില്ല, പരാതി പറഞ്ഞില്ല, പിറുപിറുത്തില്ല, പരിഭവങ്ങൾ പറഞ്ഞില്ല. എന്നാൽ എന്തു ചെയ്തു? വചനത്തിൽ പറയുന്നു, ഈശോ അപ്പം എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി, പിതാവിൻ്റെ സന്നിധിയിലേക്ക് നോക്കി, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പത്തെയും അതോടൊപ്പം തന്നെ ആ മത്സ്യങ്ങളെയും ഈശോ ആശീർവദിച്ചു എന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. മരുഭൂമിയിൽ വിശന്ന് അവശരായി കഴിയുന്ന ഒരു ജനക്കൂട്ടം, അതിൻ്റെ മധ്യത്തിൽ ശിഷ്യന്മാർ, അവരുടെ കൂടെ യേശു. ഈശോ പറഞ്ഞു, ഇവർക്ക് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും കൊടുക്കണം. ശിഷ്യന്മാർ പറയുന്ന ചില നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചില പ്രതികരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ശിഷ്യന്മാർ പറയുക, അവർ പറഞ്ഞു, ഇത് മരുഭൂമിയാണ്, സമയം വൈകിയിരിക്കുന്നു, നേരം വൈകിയിരിക്കുന്നു, അതുകൊണ്ട് ഒന്നും സംഭവിക്കുവാൻ സാധ്യതയില്ല. ചില വ്യക്തികൾ അങ്ങനെയാണ്. ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും നിഷേധാത്മകമായി ചിന്തിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കുക. ശിഷ്യന്മാർ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇത് മരുഭൂമിയാണ്, സമയം വൈകിയിരിക്കുന്നു, ഇവിടെ ഒന്നും ലഭ്യമല്ല. എന്നാൽ യേശു എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നിങ്ങളുടെ കൈകളിൽ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കി. പലരും ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടുന്നവരാണല്ലോ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ 2 മത്സ്യങ്ങളുണ്ട്. ഈശോ പറഞ്ഞു, ആ 5 അപ്പവും ആ 2 മത്സ്യങ്ങളെയും എൻ്റെ കയ്യിലേക്ക് വെച്ചതാ. അവർ 5 അപ്പവും 2 മത്സ്യങ്ങളും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കർത്താവിൻ്റെ കയ്യിൽ അപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ കയ്യിൽ മത്സ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് നിരാശപ്പെട്ട് പരിഭവങ്ങൾ പറഞ്ഞ് പരാതി പറഞ്ഞില്ല. മറിച്ച് ഈശോ എന്ത് ചെയ്തു? വചനത്തിൽ പറയുന്നു, 5 അപ്പം കയ്യിലെടുത്തുകൊണ്ട് ഈശോ 2 മത്സ്യങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അവിടുന്ന് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അതിനെ ആശീർവദിച്ചുവെന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ അതാ അത്ഭുതങ്ങൾ നടക്കുന്നു. 5 അപ്പവും 2 മത്സ്യങ്ങളും 5000-ആയി 10000-ആയി വർദ്ധിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെയും കൈകളിലെടുത്തുകൊണ്ട് ഒന്ന് വാഴ്ത്തുവാൻ, ഒന്ന് ആശീർവദിക്കുവാൻ സാധിച്ചാൽ അത് അഭിഷേകമായി, അത് അനുഗ്രഹമായി മാറും. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, എങ്ങനെയാണ് സഹനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നന്ദി പറയുവാൻ സാധിക്കുക? എൻ്റെ രോഗത്തിൻ്റെ മധ്യത്തിൽ, എൻ്റെ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ, എൻ്റെ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ എങ്ങനെയാണ് എനിക്ക് നന്ദി പറയുവാൻ സാധിക്കുക? മാതൃകയുണ്ട്. പഴയ നിയമത്തിലേക്ക് കടന്നു വരാം. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 21-ാം തിരുവചനം. ജോബിൻ്റെ ജീവിതത്തിൽ അവന് സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, രോഗിയായി മാറി, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ജോബിൻ്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ്, ദൈവത്തെ ശപിച്ചുകൊണ്ട് മരിക്കുക, ഇനിയും എന്തിന് വിശ്വാസം മുറുകെ പിടിക്കണം, ദൈവത്തെ ശപിച്ചുകൊണ്ട് മരിക്കുക. ചില വ്യക്തികൾ ഇങ്ങനെയാണ്. സഹനങ്ങൾ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ മനസ്സിൽ ചിന്തിക്കും, എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം, ഇനി ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? മകനെ നഷ്ടപ്പെട്ടപ്പോൾ, ഒരു മരണത്തിലൂടെ മകനെ നഷ്ടപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു പിതാവിൻ്റെ സംഭവം ഞാൻ ഓർക്കുന്നു. അപകടത്തിൽപ്പെട്ട് ഒരു മകനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാനസിക രോഗിയായി മാറിയ ഒരമ്മയെ ഞാൻ ഓർക്കുന്നു.
ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്, നിരാശപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്. എന്നാൽ ജോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞ മറുപടി നാം ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 21-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു. ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ജീവിതത്തിലെ വേദനകളെ എടുത്തുകൊണ്ട് വാഴ്ത്തുന്ന ജോബ്, ജീവിതത്തിലെ സഹനങ്ങളെ എടുത്തുകൊണ്ട് ഒന്ന് വാഴ്ത്തുന്ന, ഒന്ന് ആശീർവദിക്കുന്ന ജോബിൻ്റെ മാതൃക നമുക്ക് ജീവിതത്തിൽ അനുകരിക്കേണ്ടതാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, കുരിശിലെ ബലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഗ്രീക്കിലുള്ള വാക്കാണ് യൂക്കരിസ്റ്റിയോൺ. അതിൻ്റെ ട്രാൻസ്ലേഷനാണ്, പരിഭാഷയാണ് ഹോളി യൂക്കരിസ്റ്റ്. ഈ വാക്കിൻ്റെ മൂല അർത്ഥമെന്ന് പറയുന്നത് കൃതജ്ഞതാ പ്രകാശനമെന്നാണ്, നന്ദി പ്രകാശനമെന്നാണ്. അപ്പോൾ ഓരോ ബലിയിലും ഒരു സഹനമുണ്ട്. ആ സഹനം നന്ദിയുടെ, കൃതജ്ഞതയുടെ ബലിയായി മാറണമെന്ന് ഈശോ കുരിശിലെ ബലിയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങളിൽ, ചില സാഹചര്യങ്ങളിലൊക്കെ ജീവിതത്തിൻ്റെ വേദനയുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന മക്കളെ ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ ധ്യാനിപ്പിക്കുവാൻ പോയി കഴിഞ്ഞപ്പോൾ ഓർക്കുന്നൊരു സംഭവമുണ്ട്. 23 വയസ്സ് പ്രായമുള്ള മന്ദബുദ്ധിയായ ഒരു മകൻ്റെ അരികിലിരുന്നു കൊണ്ട് അപ്പനും അമ്മയും എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ മകൻ ഞങ്ങളുടെ കുടുംബത്തിലൊരു അനുഗ്രഹമാണ് അച്ഛാ. ഈ മകൻ പിറന്നതിന് ശേഷമാണ് ഞങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ വന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, എല്ലാ ദിവസവും മകൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർ, അവരുടെ മുഖത്ത് ഞാൻ കണ്ടു അഭിഷേകത്തിൻ്റെ ഒരു മുഖം, പുഞ്ചിരിക്കുന്നൊരു മുഖം, നിരാശപ്പെടാതെ ദുഃഖിക്കാതെ അഭിഷേകം നിറഞ്ഞ ഒരു മുഖം ഞാൻ കണ്ടു. ജീവിതത്തിലെ സഹനങ്ങളുടെ മധ്യത്തിൽ നിരാശപ്പെടാതെ സന്തോഷപൂർവ്വം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, വേദനകളെല്ലാം വേദാന്തമാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കന്മാർ നമുക്ക് മാതൃകയാണ്. നാം എന്തു ചെയ്യണം? ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായത്തിൽ 29-ാം തിരുവചനത്തിൽ ഈശോ നമുക്ക് നൽകുന്ന ഒരു തിരുവചനമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹനങ്ങൾ കൂടി ഏറ്റെടുക്കുവാനുള്ള ഒരു വരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, സഹനം ഒരു വരമാണ്. സഹനം ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. എപ്പോഴാണ് സഹനം ഒരു വരമായി മാറുന്നത്? എപ്പോഴാണ് ഒരു സഹനം അനുഗ്രഹമായി മാറുന്നത്? എല്ലാവരുടെയും സഹനങ്ങൾ അനുഗ്രഹമല്ല. എല്ലാവരുടെയും സഹനങ്ങൾ ദൈവത്തിൽ നിന്നുമല്ല. സഹനങ്ങൾ 2 വിധത്തിൽ വരാം. ഒന്ന്, നമ്മുടെ പാപകരമായ ജീവിതം മുഖേന സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൈശാചികമായ ആക്രമണം മൂലം, സ്വാധീനം മൂലം നമ്മുടെ കുടുംബത്തിൽ സഹനങ്ങൾ കടന്നു വരാം. എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ ഭാഗമായും ചില സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇതിനുദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ജന്മന അന്ധനായി ജനിച്ച ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് ഇതാ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചത്? പൂർവികരുടെ പാപം നിമിത്തമാണോ? ഇവർ ചെയ്ത പാപം നിമിത്തമാണോ? ഈശോ പറഞ്ഞു, അല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചത്. അപ്പോൾ നാം ചോദിച്ചേക്കാം, എന്താണ് ഈ അന്ധതയിലൂടെ പ്രകടമാകാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹത്വം? ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ജന്മന അന്ധനായി ജനിച്ച ഈ അന്ധനായ മനുഷ്യൻ ഒരുപാട് ചികിത്സകൾ നടത്തി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട ഒരു രോഗിയാണ്. അവനെ യേശു ക്രിസ്തു കടന്നു വന്നുകൊണ്ട് സുഖപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, എങ്ങനെയാണ് ഈ അന്ധൻ സുഖപ്പെട്ടത്? അപ്പോൾ അവൻ്റെ വീട്ടുകാർ പറയും, ഈ നസ്രായനായ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു, എൻ്റെ മകനെ സുഖപ്പെടുത്തി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്തത് ക്രിസ്തുവിൻ്റെ ശാസ്ത്രത്തിന് സാധിച്ചുവെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു സത്യം ഇതാണ്. ആ സഹനത്തിലൂടെ ദൈവം സൗഖ്യം കൊടുത്തപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുക. അവർ യേശുവിലേക്ക് കടന്നു വരുന്നു, അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനത്തിലൂടെ ദൈവം അനേകരെ ഉയർത്തുകയും രക്ഷിക്കുകയും ചെയ്യും. നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ സഹനങ്ങളുടെ മധ്യത്തിലും ഈ വേദനയുടെ മധ്യത്തിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. പിതാവായ ദൈവം കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നുവെന്ന് പലരും ചോദിക്കാറുണ്ട്.
യേശു കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നുവെന്ന് ചോദിക്കാറുള്ളവരുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം, ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ പിതാവായ ദൈവം കുരിശിന് പുറകിലിരുന്നുകൊണ്ട് ആ കുരിശ് താങ്ങിപ്പിടിക്കുകയായിരുന്നു, ഈശോയെ താങ്ങിപ്പിടിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്നവരുടെ മധ്യത്തിൽ ഈശോയുണ്ട്, സഹിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിന് ചുറ്റും 2 മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കാറുണ്ട്. അതിന് മധ്യത്തിലായി ഒരു ക്രൂശുത രൂപം നമ്മൾ സ്ഥാപിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു 2008 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ, ആ ബലി അർപ്പിച്ചപ്പോൾ ആ കുരിശിന് ചുറ്റും കത്തിച്ചു വെച്ചത് മെഴുകുതിരിക്കാലുകളായിരുന്നില്ല, മറിച്ച് സഹിക്കുന്ന 2 വ്യക്തികളും യേശുവിനോടൊപ്പം കുരിശിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. എന്താണ് ഇതിനർത്ഥം? സഹിക്കുന്ന വ്യക്തികളുടെ മധ്യത്തിലാണ് ഈശോ പിടഞ്ഞു മരിച്ചത്. ഇതിനർത്ഥം ഇതാണ്, സഹിക്കുന്നവരുടെ മധ്യത്തിൽ ഈശോയുണ്ട്, വേദനിക്കുന്നവരുടെ കൂടെ ഈശോയുണ്ട്, ദുഃഖിക്കുന്നവരുടെ കൂടെ ഈശോയുണ്ട്. വീണ്ടും നമുക്ക് കാണാം, അൽത്താരയിൽ ബലി അർപ്പിക്കുന്നതിന് മുമ്പായി ആ ബലിപീഠത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പൂക്കൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഏതോ ചെടിത്തോട്ടത്തിലിരുന്ന പൂക്കളെ ആരോ വെട്ടിയെടുത്തു കൊണ്ടുവന്ന് ഏതോ ഫ്ലവർ വേസിൽ വെള്ളം വെച്ച് അതിൽ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പൂച്ചട്ടിയിലിരിക്കുന്ന ഈ പൂക്കൾ ആരോ ഇറുത്തെടുത്തപ്പോൾ അതിന് വേദനയുണ്ടായിരുന്നു, ആരോ ഇറുത്തെടുത്തപ്പോൾ അതിന് ദുഃഖമുണ്ടായിരുന്നു. എന്നിട്ട് ഈ പൂവിനെ, ഈ ചെടിയെ വെട്ടിയെടുത്ത ഭാഗം വെള്ളത്തിൽ കുത്തിവെക്കുമ്പോൾ ആ മുറിവിലൂടെ ജലം വലിച്ചെടുക്കുമ്പോൾ അതിന് നീറ്റലുണ്ട്, അതിന് വേദനയുണ്ട്. എങ്കിലും അത് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ മുറിവിലൂടെ ജലം വലിച്ചെടുക്കുമ്പോൾ ആ ചെടിക്ക് അല്ലെങ്കിൽ ആ പൂവിന് ജീവൻ ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അൾത്താരയിൽ വെച്ചിരിക്കുന്ന ആ പൂവ് ഒരു പ്രതീകമാണ്. നമ്മുടെയും ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുള്ളവരാണ് നമ്മൾ. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും, ഭാര്യയിൽ നിന്ന് ഭർത്താവിനും, മക്കൾക്കുമൊക്കെ ഒരുപാട് മുറിവുകൾ സംസാരത്തിലൂടെ, പ്രവൃത്തിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തളർന്നു പോകാറില്ലേ? എന്നാൽ തിരിച്ചറിയണം, ഈ മുറിവിലൂടെ ജീവൻ വലിച്ചെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള ഒരു വിളിയാണ് നസ്രായനായ ക്രിസ്തു നമുക്ക് നൽകുന്നത്. അവൻ 2008 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ പിടഞ്ഞു മരിച്ചപ്പോൾ അവൻ്റെ ഹൃദയം കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ കൈകാലുകളിലേക്ക് ആണികൾ അടിച്ചിറക്കി. അവനെ എല്ലാവരും ഉപേക്ഷിച്ചു, പരിഹസിച്ചു, ഒറ്റപ്പെടുത്തി, കളിയാക്കി. എന്നാലും ഈ സഹനങ്ങളുടെയും പരിഹാസത്തിൻ്റെയും വേദന നിറഞ്ഞ അനുഭവങ്ങളുടെയും മധ്യത്തിൽ അവിടുന്ന് നിരാശപ്പെടുന്നില്ല. തൻ്റെ മുറിവിലൂടെ ജീവൻ വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി അവിടുന്ന് നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് കുരിശുമരണത്തിന് മുമ്പ് ഈശോ പറഞ്ഞത്, ഇതാ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണിത്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണിത്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണിത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തു കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ തൻ്റെ സഹനങ്ങളെല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. ഈശോയുടെ കുരിശ് നമുക്ക് നൽകുന്ന ഒരു ആധ്യാത്മികമായ സന്ദേശം ഇതാണ്: ഒരു തുള്ളി കണ്ണുനീര് പോലും നീ പാഴാക്കി കളയരുത്, ഒരു തുള്ളി വേദന പോലും നീ പാഴാക്കി കളയരുത്. നിൻ്റെ വേദനയും നിൻ്റെ കണ്ണുനീരും നിൻ്റെ കഷ്ടപ്പാടും അനേകരുടെ അഭിഷേകത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ഈശോ ചെയ്തതാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 46-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഈശോ തൻ്റെ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പിതാവിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഇതാ ഭരമേൽപ്പിക്കുന്നു. തൻ്റെ സഹനങ്ങളെ പിതാവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു, തൻ്റെ വേദനകളെ പിതാവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സഹനമുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനയുണ്ടല്ലോ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് കളഞ്ഞ രോഗികൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളുടെ സഹനങ്ങൾ ഈശോയ്ക്ക്, പിതാവായ ദൈവത്തിന്, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ സഹനത്തിലൂടെ ദൈവം അനേകരെ രക്ഷിക്കും, അനേകർക്ക് അഭിഷേകവും അനുഗ്രഹവും കൊടുക്കുമെന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഹനം ഒരു വരമാണ്, ഒരു അനുഗ്രഹമാണ്. എന്നാൽ പാപജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ ജീവിതം വഴിയായി സഹനം കടന്നു വന്ന ചില കുടുംബങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. നിങ്ങൾ നിരാശപ്പെടരുത്. സഹനം പിതാവായ ദൈവത്തിൽ നിന്നായിരുന്നാലും അത് പിശാചിൽ നിന്നായിരുന്നാലും ഈ സഹനം നന്മയ്ക്കായി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക.
റോമാലേഖനം 8-ാം അധ്യായത്തിൽ 28-ാം തിരുവചനം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ വേദനയുടെ മധ്യത്തിൽ, സഹനങ്ങളുടെ മധ്യത്തിൽ, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ ആരാണോ ദൈവത്തെ സ്നേഹിക്കുന്നത് അവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും. ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാതെ പ്രാർത്ഥനകൾ നിർത്തി, ദേവാലയത്തിൽ പോക്ക് നിർത്തി, എല്ലാം നിർത്തിക്കൊണ്ട് നിരാശപ്പെട്ട് ജീവിച്ചാൽ നിന്റെ കണ്ണുനീര് നന്മയ്ക്കായി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കണം. സഹനങ്ങളുടെ മധ്യത്തിൽ യേശു പിതാവായ ദൈവത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവവുമായി ആഴമായ ഒരു പിതൃപുത്ര ബന്ധമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഈശോയുടെ നിലവിളിച്ചുള്ള പ്രാർത്ഥനയിലേക്ക് കടന്നു വരണം. നമുക്കറിയാം, ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അതിലെഴുതി വച്ചിരിക്കുന്ന അരമായ ഭാഷയിലുള്ള വാക്ക് ഇതാണ്: എലോയി എലോയി എന്നാണ് ഈശോ വിളിക്കുക. തിരുവചനത്തിൽ പറയുന്നു, കേട്ടിരുന്നവർ ഇപ്രകാരം ചിന്തിച്ചു: ഈശോ ഏലീശായെ വിളിക്കുകയാണ്, ഈശോ ഏലീശായെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ വിളിച്ചത് ഏലീശായെ ആയിരുന്നില്ല, എലോയി ദൈവത്തെ ആയിരുന്നു. പഴയ നിയമത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങളുടെയും അല്ലെങ്കിൽ സങ്കടങ്ങളുടെയും മധ്യത്തിൽ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുമെന്നും അവരെ സഹായിക്കുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അപ്രകാരം ഈശോ വിളിച്ചത് ഏലീശായെയാണെന്ന് അവർ ചിന്തിച്ചത്. എന്നാൽ ഈശോ വിളിച്ചത് എലോയി എന്നാണ്. നിങ്ങൾക്കറിയാമോ, എലോയി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവമേ എന്നാണ്. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവവുമായി ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ക്രിസ്തു തൻ്റെ സഹനത്തിൻ്റെ മധ്യത്തിലും പിതാവായ ദൈവത്തിൻ്റെ പിതൃത്വം തള്ളിപ്പറയാതെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവായ ദൈവവുമായി ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ക്രിസ്തു നാം തിരിച്ചറിയണം. തൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ മധ്യത്തിലും പിതാവുമായി ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ തൻ്റെ സഹനത്തോട് ചേർത്തിരുത്തു വയ്ക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ സഹനത്തെ പിതാവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുക. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊന്നും പാഴാക്കി കളയാതെ, ദുഃഖിച്ച് നിരാശപ്പെട്ട് കഴിയാതെ ഈ സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിലെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, മദ്യപാനിയായ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, വഴിതെറ്റിപ്പോകുന്ന മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, രോഗികളായി കഴിയുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി, അക്രൈസ്തവരായ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായാൽ ദൈവം നിന്റെ സഹനത്തിലൂടെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ തയ്യാറാകും. ഇന്നു മുതൽ നാം ചിന്തിക്കേണ്ട ഒരു സഹനത്തിൻ്റെ മധ്യത്തിൽ കണ്ടെത്തേണ്ട അർത്ഥം ഇതാണ്: എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളൊന്നും പാഴാക്കി കളയുവാനുള്ളതല്ല, ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അനേകരുടെ നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാനായി നാം തയ്യാറാകണം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അവിടെ വചനത്തിൽ പറയുകയാണ്: സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ സഹനങ്ങളെ ഞാനിതാ കാഴ്ചവെക്കുന്നു. സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ ഞാനിതാ വിലങ്ങുകൾക്ക് അധീതനായിരിക്കുന്നു. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷപ്പെടുവാൻ വേണ്ടി ഞാനിതാ എല്ലാം സഹിക്കുമെന്നുവെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു. അപ്പോൾ സഹനത്തിന് പൗലോസ്ലീഹ അർത്ഥം കണ്ടെത്തിയത് എങ്ങനെയാണ്? തൻ്റെ സഹനങ്ങൾ സുവിശേഷത്തിന് വേണ്ടി, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സഹിക്കുവാൻ പൗലോസ്ലീഹ തയ്യാറായതുപോലെ നമ്മുടെയും ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടും സഹനവും അനേകരുടെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിലൂടെ ദൈവം അനേകം മക്കളെ രക്ഷിക്കുവാൻ തയ്യാറാകും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 34-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഉദ്ധിതനായ യേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്കായി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു. സഹനം ഏറ്റവും വലിയൊരു മാധ്യസ്ഥ പ്രാർത്ഥനയാണ്. കണ്ണുനീര് ഏറ്റവും വലിയൊരു മാധ്യസ്ഥ പ്രാർത്ഥനയാണ്. രോഗികളായി കഴിയുന്നവർ നിങ്ങളുടെ രോഗാവസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക. സാമ്പത്തിക കടബാധ്യതയുള്ളവർ നിങ്ങളുടെ തകർച്ചകൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. വേദനിച്ച് ജീവിക്കുന്നവർ നിങ്ങളുടെ വേദനകൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈ സമർപ്പണം വലിയ ശക്തിയുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ
ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ഫൗസ്റ്റീനായെ തെറ്റിദ്ധരിച്ചു, കുറ്റപ്പെടുത്തി, പരിഹസിച്ചു. ആ നിമിഷം ഫൗസ്റ്റീനായ്ക്ക് അല്പം ദുഃഖമുണ്ടായി, അല്പം വേദനയുണ്ടായി. അന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന ദർശനത്തിൽ ഒരു വ്യക്തിയെ കാണുകയാണ്. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവ് അന്ധകാരം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഫൗസ്റ്റീനായുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഫൗസ്റ്റീനയ്ക്ക് മനസ്സിലായി, ഞാൻ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഫൗസ്റ്റീന എന്ത് ചെയ്തെന്നോ, അന്ന് സമൂഹത്തിൽ നിന്നുണ്ടായിരുന്ന തിരസ്കരണത്തിൻ്റെ അനുഭവം, തെറ്റിദ്ധാരണയുടെ അനുഭവം, ആ വേദനയുടെ അനുഭവം ആ ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അപ്പോൾ പ്രത്യക്ഷപ്പെട്ട ആത്മാവ് വീണ്ടും വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഫൗസ്റ്റീനായുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. ഫൗസ്റ്റീനയ്ക്ക് മനസ്സിലായി, തൻ്റെ സഹനം ആ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് തൻ്റെ സഹനത്തിലൂടെ സ്വർഗം പ്രാപിച്ചുവെന്ന് ഫൗസ്റ്റീനായ്ക്ക് മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കണം, ഇത് വിശുദ്ധ ഫൗസ്റ്റീനായുടെ സഹനത്തിൻ്റെ ശക്തിയല്ല. നമ്മുടെ സഹനങ്ങൾക്ക് അതിൽ തന്നെ ശക്തിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, നമ്മുടെ രക്തമെന്ന് പറയുന്നത് കറയുള്ള രക്തമാണ്, ഊനമറ്റ രക്തമല്ല, കറയുള്ള രക്തമാണ്. അതുകൊണ്ട് നമ്മുടെ സഹനത്തിന് അർത്ഥമില്ല. എന്നാൽ ഈ കറപുരണ്ട രക്തങ്ങൾ, കറപുരണ്ട ജീവിതങ്ങൾ, കറപുരണ്ട സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ അനന്തമായ യോഗ്യതയാൽ ഈശോ അനേകരെ അനുഗ്രഹിക്കുവാനായിട്ട് തയ്യാറാകും. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശുവിന് കഴിവുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ഈശോയ്ക്ക് കഴിവുണ്ട്. അതെ, യേശു ക്രിസ്തു തൻ്റെ സഹനത്തിലൂടെ അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ അനേകർക്ക് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി നമുക്ക് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലായിരിക്കാം, നമ്മുടെ സമൂഹങ്ങളിലായിരിക്കാം, ഈ ലോകത്തിലായിരിക്കാം പട്ടിണി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സുനാമി ഉണ്ടാകുമ്പോൾ, ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തും, സെക്യൂരിറ്റി ശരിയായില്ല, പല വിധത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിടുന്ന വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു തോർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, ഈ സമൂഹത്തിൽ ഒരു തിന്മ നടമാടുന്നുണ്ടെങ്കിൽ, ഈ സമൂഹത്തിൽ ഒരു സഹനം ഉണ്ടാകുന്നതായി നാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ഇതിന് നമ്മളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉത്തരവാദികളാണ്. തിരുവചനത്തിലൂടെ ഞാനത് സ്ഥിരീകരിച്ചു തരാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 29-ാം തിരുവചനം പറയുന്നുണ്ട്, ദേശത്തെ ജനം കൊള്ളയടിക്കുന്നു, ദരിദ്രരെ അവർ പീഡിപ്പിക്കുന്നു. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയുവാനോ വിള്ളലിൽ നിലയുറപ്പിക്കുവാനോ ശക്തിയുള്ളതായി ഒരുവനെയും ഞാൻ കണ്ടില്ല. ദൈവം പരാതി പറയുകയാണ്. ദേശത്തെ ജനം കൊള്ളയടിക്കുമ്പോൾ, ഭീകരവാദവും അക്രമവും കൊടികുത്തി വാഴുമ്പോൾ ദൈവം പറയുന്നു, ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ മധ്യത്തിൽ നിലയുറപ്പിക്കുവാനോ, ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് ആ ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്തിൻ്റെ തിന്മ, ഒരു കുടുംബത്തിൻ്റെ തിന്മ, ഒരു ദേശത്തിൻ്റെ തിന്മ മാറിപ്പോകണമെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ, ആ ദേശത്തിലുള്ള വ്യക്തികൾ തങ്ങളുടെ സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ സഹനത്തിലൂടെയാണ് ദൈവം മറ്റുള്ളവരെ രക്ഷിക്കുന്നത്. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ജീവിതത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകൻ അഗസ്റ്റിൻ കുത്തഴിഞ്ഞ പാപകരമായ ജീവിതം നയിച്ചപ്പോൾ മോണിക്ക പുണ്യവതി ഏറെ പ്രാർത്ഥിച്ചു. ഒടുവിലത്തെ പ്രതീക്ഷയെന്നോണം മിലാനിലെ ആർച്ച് ബിഷപ്പായ വിശുദ്ധ അംബ്രോസിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അംബ്രോസ് പുണ്യവാനോട് പറയുകയാണ്, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഞാൻ കണ്ണുനീരൊടുക്കുന്നു, എൻ്റെ മകൻ ഇതുവരെ ഒരു മാനസാന്തരവുമില്ലല്ലോ. മിലാനിലെ ആർച്ച് ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞു, ഈ കണ്ണുനീരിൻ്റെ പുത്രൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഈ കണ്ണുനീരൊക്കെയും മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കുക. നമുക്കറിയാം,
വിശുദ്ധ മോണിക്ക പുണ്യവതി തൻ്റെ ജീവിതത്തിലെ കണ്ണുനീര് മുഴുവനും അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിച്ചു. അത്ഭുതം നടന്നു. അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു, വിശുദ്ധനായി. ഇന്ന് തിരുസഭയിൽ അമ്മയും മകനും നമ്മൾ വണങ്ങുന്ന വിശുദ്ധരാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, നിന്റെ ജീവിത പങ്കാളിയെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ നിന്റെ സഹനങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിലാണ് നാം ആ സംഭവം കാണുക. 59 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം കാണുന്നു: വിശുദ്ധ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ സ്റ്റീഫൻ പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, പിതാവേ, ഈ കുറ്റം അവരുടെ മേൽ ചുമത്തരുതേ, അവരോട് ക്ഷമിക്കണമേ. അപ്പോൾ മാനസാന്തരപ്പെടാതെ സാവൂള് സഭയെ പീഡിപ്പിച്ചുകൊണ്ട് സ്റ്റീഫൻ്റെ അരികിലുണ്ടായിരുന്നു. ഒരുപക്ഷെ നാളുകൾക്ക് ശേഷം വിശുദ്ധ പൗലോസായി സാവൂള് മാനസാന്തരപ്പെട്ടുവെങ്കിൽ ഒരുപക്ഷെ സ്റ്റീഫൻ്റെ സഹനം സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുടെ ഒരു സ്വാധീനം അതിന് പിന്നിൽ ഉണ്ടായിരിക്കാം. വീണ്ടും കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തൻ്റെ സഹനം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ആ ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുവിലേക്ക് തിരിഞ്ഞു നോക്കിയത്. ആ കള്ളൻ്റെ മാനസാന്തരത്തിന് പിന്നിൽ യേശുവിൻ്റെ സഹനമുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ പാപികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, വേദനിക്കുന്നവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഒരുപക്ഷെ എൻ്റെ സഹനത്തിനാകുമെന്ന് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീയമായ സത്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും സഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായാലും അത് മാറിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാൽ മാറിപ്പോകാത്ത സഹനങ്ങളും സുഖപ്പെടാത്ത രോഗങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി സമർപ്പിച്ച് കാഴ്ചവെക്കുവാനുള്ള ഒരു വിളി ഈശോ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിൽ 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. കുരിശിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കുരിശിലേക്കൊന്ന് നോക്കിക്കേ. ഈ കുരിശ് ഈ പ്രപഞ്ചത്തിൻ്റെ 4 ദിക്കുകളിലേക്കും വ്യാപിച്ചിരിക്കുക. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കിയാൽ യേശുവിൻ്റെ കുരിശിൻ്റെ ഓരോ ഭാഗവും നീണ്ടു വിരിഞ്ഞിരിക്കുന്നു. ഇതിനർത്ഥം എന്താണ്? നീ എവിടെ തിരിഞ്ഞാലും കുരിശ് നിൻ്റെ പക്കലുണ്ട്. ഈ കുരിശ് നിന്നെ അനുധാവനം ചെയ്യുന്നു. അതുകൊണ്ട് കുരിശ് വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകരുത്. മറിച്ച് കുരിശുകൾ ഏറ്റെടുത്തുകൊണ്ട്, കുരിശുകൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ നോയമ്പ് കാലഘട്ടത്തിൽ, ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും ഉണ്ടായപ്പോൾ ഒരുപക്ഷെ നമ്മൾ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാതെ പാഴാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കാം. നാം മാപ്പ് ചോദിക്കണം. ദൈവത്തിൻ്റെ കുരിശിനോട്, ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് അത് അഭിഷേകമായി മാറും. അത് അനുഗ്രഹത്തിന് കാരണമായും അത് സൗഖ്യത്തിന് കാരണമായിട്ട് മാറും. ഈ നിമിഷങ്ങളിൽ നമുക്ക് തിരുവചനത്തിലൂടെ വിശുദ്ധ പത്രോസ്ലീഹ നൽകുന്ന തിരുവചന സന്ദേശം ശ്രവിക്കാം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൽ വസിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയായി പീഡ സഹിക്കുവാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് നിങ്ങൾ പീഡ സഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ലജ്ജിക്കാതിരിക്കട്ടെ. കാരണം നമ്മുടെ സഹനങ്ങൾ യേശുവിൻ്റെ സഹനങ്ങളിലുള്ള ഒരു പങ്കാളിത്തമാണ്. മാനസിക വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കണം, യേശുവിൻ്റെ മാനസിക വേദനയോട് ഞാൻ ഐക്യപ്പെടുകയാണ്. ശാരീരികമായി വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കണം, യേശുവിൻ്റെ കുരിശിലെ പീഡാനുഭവത്തോട്, ശാരീരിക വേദനയോട് ഞാൻ ഐക്യപ്പെടുകയാണ്. ആത്മീയ ജീവിതത്തിൽ പ്രലോഭനങ്ങളും സംഘർഷങ്ങളുമുള്ള വ്യക്തി ചിന്തിക്കണം, യേശു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ അനുഭവിച്ച ആത്മീയ സംഘർഷങ്ങളോട് ഞാൻ താതാത്മ്യം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് സഹനത്തിൻ്റെ കുരിശുകൾ വലിച്ചെറിയാതെ സ്നേഹപൂർവ്വം അത് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, അത് സമർപ്പിക്കുവാൻ തയ്യാറായാൽ ഈശോ നമ്മെ അനുഗ്രഹിക്കും.
ഇന്ന് ഷാലോം ടെലിവിഷനിലൂടെ ഈ വചനം പ്രസംഗിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയുണ്ട്. ഈ ടെലിവിഷൻ മിനിസ്ട്രി, ഈ മാധ്യമ മിനിസ്ട്രി ആദ്യ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് സഹനങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകർക്ക്. പക്ഷേ അതെല്ലാം പ്രാർത്ഥനാപൂർവം സന്തോഷപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ മാധ്യമ ശുശ്രൂഷ മേഖല, ഷാലോം ടെലിവിഷൻ ലോകമെമ്പാടും സകല ജനപദങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. നിന്റെ ജീവിതം ലോകമെമ്പാടും അനുഗ്രഹമായി മാറണമെങ്കിൽ, നിന്റെ സഹനം അനുഗ്രഹമായി മാറണമെങ്കിൽ, എൻ്റെ സഹനം അനുഗ്രഹമായി മാറണമെങ്കിൽ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹനങ്ങളെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, ഈ നിമിഷം ദൈവത്തോട് ചേർന്നിരുന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവുക. നിങ്ങളെല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കുക. യേശുവിൻ്റെ ഈ കുരിശിലേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ വേദനയും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം ഈ കുരിശിലുണ്ട്. നിന്റെ രോഗം കാണുന്ന ഒരു ദൈവം ഈ കുരിശിലുണ്ട്. നിന്റെ വേദന കാണുന്ന ഒരു ദൈവം ഈ കുരിശിലുണ്ട്. ആ കുരിശിലേക്ക് നിന്റെ സഹനങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് സമർപ്പിക്കുക. നമുക്കൊന്നു ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, വേദനിക്കുന്നവരുടെ ആശ്വാസത്തിന് വേണ്ടി, ഈശോയെ അറിയാത്ത ജനങ്ങളും രാഷ്ട്രങ്ങളും ഈശോയെ അറിയുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് കാഴ്ചവെക്കാം. ഒപ്പം ശുദ്ധീകരണത്തിലെ സ്ഥലത്തിലെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നമ്മുടെ സഹനങ്ങൾ സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളുടെയും സഹനങ്ങളും, എൻ്റെയും ജീവിതത്തിലെ സഹനങ്ങളും, തിരുസഭയിലെ സഹനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഹനങ്ങളിലൂടെ കോടിക്കണക്കിന് മക്കളെ അങ്ങ് മാനസാന്തരപ്പെടുത്തണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. കടബാധിതയാൽ തകർന്നവർക്ക് അനുഗ്രഹം കൊടുക്കണമേ. മക്കളില്ലാത്ത ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. വിവാഹ തടസ്സം നേരിടുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി അങ്ങ് ഇടപെടണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സഹരക്ഷകയായി കുരിശിനോട് ചേർത്ത് നിന്നുകൊണ്ട് സഹിച്ച അമ്മേ, ഞങ്ങൾക്കും വചനം കേൾക്കുന്ന ദൈവമക്കൾക്കും വേണ്ടി ഈ നിമിഷം തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ.